നെടുമ്പാശ്ശേരിയിലേക്ക് പോയാൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ 3 വയസ്സുകാരൻ മാലിന്യക്കുഴിയിൽ വീണ് മരിച്ച കേസിൽ സിയാലിനെ സംരക്ഷിച്ച പോലീസ്. സിയാലിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് നെടുമ്പാശ്ശേരി പോലീസിന്റെ റിപ്പോർട്ട്. കോൺട്രാക്ടർമാരെ മാത്രം പ്രതിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. കഴിഞ്ഞ മാസം 7-നാണ് രാജസ്ഥാൻ ദമ്പതികളുടെ മകൻ റിധാൻ മരിച്ചത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, ഈ സംഭവം നടക്കുന്ന ദിവസം തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതാണ്. ഇതിൽ ആ പരിസരത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് വിമാനത്താവളം സിയാൽ ഉത്തരവാദിയാണ്. പക്ഷേ ഈ കേസിൽ എന്തുകൊണ്ടായിരിക്കാം സിയാലിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പോലീസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സിയാലിൻ്റെ പരിസരത്ത് നടക്കുന്ന അപകടങ്ങളിൽ സിയാൽ ഉത്തരവാദിയാണ്. പക്ഷേ ഇവിടെ സിയാൽ പറയുന്നത് അവർ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഇടത്താണ് ഈ കുട്ടി പ്രവേശിച്ചത് എന്നുള്ളൊരു അറിയിപ്പായിരുന്നു അന്ന് സിയാൽ നൽകിയിരുന്നത്. മാത്രമല്ല ഇത് തന്നെയായിരിക്കും പോലീസിനെയും ഇവർ അറിയിച്ചിട്ടുണ്ടാവുക. എന്തായാലും ആ സ്ഥലം നമ്മളന്ന് കണ്ടതാണ്. തുറസായ ഒരു സ്ഥലമായിരുന്നു. പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് പറയുമ്പോഴും അവിടെ ഒരു ഹോട്ടലിനോട് ചേർന്നുള്ള അതിൻ്റെ ഒരു ഗാർഡൻ ഏരിയ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് ഒരു കുഴി, വലിയ കുഴി, മാലിന്യം തള്ളുന്ന കുഴി തുറന്നിട്ടിരിക്കുകയായിരുന്നു. ആ കുഴിയിലാണ് റിധാൻ എന്ന് പറയുന്ന 3 വയസ്സുകാരൻ വീണ് കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ ആ കുട്ടിയുടെ മരണമെന്നല്ല അതിനെ പറയേണ്ടത്, കൊലപാതകം തന്നെയാണ്. കാരണം ഇവരുടെ എല്ലാം അശ്രദ്ധ കൊണ്ട് സംഭവിച്ചു പോയ വീഴ്ചയാണത്. അപ്പോൾ ആ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ കുട്ടിയെ നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിന് മാത്രമാണ്. പക്ഷേ പോലീസ് ഇവിടെ സിയാലിന് അനുകൂലമായൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പോലീസ് സിയാലിനെ കുറ്റക്കാരായി കാണുന്നില്ല, സിയാലിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. 2 കോൺട്രാക്ടർമാരെ മാത്രം പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കുറ്റപത്രം സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ തന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് പോലീസ് കേസെടുത്തിരിക്കുന്നതും. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കുറ്റപത്രം ഈ മാസം അവസാനത്തോടുകൂടി പോലീസ് സമർപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ എപ്പോഴും അവശേഷിക്കുന്നൊരു ചോദ്യം, അവിടെ സിയാലിന് കാര്യമായ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന് പുനഃപരിശോധിക്കേണ്ടതാണ്. കാരണം നേരത്തെ പറയുന്നത് പോലെ തന്നെ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല എന്നവർ പറയുമ്പോഴും ആ ഹോട്ടലിനോട് ചേർന്നുള്ള അവരുടെ മാലിന്യം തള്ളുന്ന ഗാർഡൻ അത് തുറന്നിട്ടിരിക്കുകയായിരുന്നു. ആ സ്ഥലം മുഴുവൻ ആകമാനം തുറന്നിട്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല എല്ലാ മനുഷ്യരും അതുവഴിയായിരുന്നു നടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ കുട്ടി വീണ് ആ കുട്ടി ജീവൻ നഷ്ടമായതോടുകൂടി മാത്രമാണ് ആ സ്ഥലം അത് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലമാണെന്ന് സിയാൽ അവകാശപ്പെടുന്നത്. ലക്ഷ്മി, അതെ, പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത സ്ഥലമാണെങ്കിൽ അവിടെ ജനങ്ങൾക്ക് കടക്കാൻ കഴിയാത്ത വിധത്തിൽ എന്തെങ്കിലും സംവിധാനം ഒരുക്കണമല്ലോ. അപ്പോൾ പോലീസ് സിയാലിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഏതായാലും നൽകുന്നത്. ആ കൊച്ചുകുട്ടിയെ നഷ്ടപ്പെട്ട രാജസ്ഥാൻ ദമ്പതികൾക്ക് മാത്രമാണ് ഇവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ വിവരിച്ചത്. ഇപ്പോൾ